Praise the Lord, 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 praise the Lord. ഞങ്ങളെ ദൈവമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, നല്ല ഈ സമയത്തെ ഓർത്ത പശ്ചാത്തലനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി MAG ഗോസ്പൽ വോയിസ് മൂലമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം തമ്പുരാൻ കൃപ തന്നതിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങളെ കാത്തല്ലോ, സൂക്ഷിച്ചല്ലോ, വഴി നടത്തിയല്ലോ. ഇങ്ങനെ ഒരു ദിവസം കൂടി, ഒരു പ്രഭാതം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നീ ദാനമായി തന്നതിനായി സ്തോത്രേശ വെച്ചാൽ കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങളെ നീ കാത്തു, നീ സൂക്ഷിച്ച് ബലം തന്നു, ആരോഗ്യം തന്നു. ജീവനോട് എഴുന്നേറ്റുന്ന കർത്താവിനെ സ്തുതിക്കുവാനും ദൈവത്തെ പാടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുവാനും തമ്പുരാനെ നീ കൃപ തന്നതിനായി സ്തോത്രം. അനേകർക്ക് ലഭിക്കാത്തൊരു വലിയ ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നല്ലോ. ഞങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപയപ്പച്ച, ഇന്നൊരു ദിവസം ഞങ്ങൾക്ക് ലഭിച്ചതിൻ്റെ സുത്ത കൃപയപ്പച്ച, അതിൻ്റെ കൃപയിനാല് ഈ നാളിലേക്ക് കടന്നു വരാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനായി സ്തോത്രം. നീ തന്ന ഈ ദിവസം, നീ തന്ന ഈ സമയം നിനക്ക് നന്ദിയുള്ള കുഞ്ഞുങ്ങളായിരുന്നു നിന്നെ സ്തുതിക്കുവാനും നിന്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തുവാനും സ്തോത്രം ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എന്നോട് മുട്ടുമടക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുത്തർക്കൊരാപത്തുകളോ അനർത്ഥങ്ങളോ പ്രയാസങ്ങളോ കണ്ണുനീരോ രോഗമോ മരണമോ ആപത്തുകളോ ഒന്നും നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് വരരുത്. പക്ഷേ ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെല്ലാവരെയും കാത്തു സൂക്ഷിക്കണം. ഒരുത്തർക്കും ഒരാപത്ത് വരരുത്. ചിലപ്പോൾ മരണക്കിടക്കയിൽ കിടക്കുന്നവർ കാണും, അന്ത്യശ്വാസം വലിക്കുന്നവർ കാണും, എല്ലാവരും കൈവിടപ്പെട്ടവർ കാണും, സകലവും നഷ്ടപ്പെട്ട് തകർന്നവർ കാണും. ആരായിരുന്നാലും അവരെ നീ നശിപ്പിക്കരുതേ, തകർക്കരുതേ. ഈ ഒരു ദിവസം മുഴുവനും കർത്താവിൻ്റെ കരുണ, നിന്റെ കൃപ നിന്റെ കുഞ്ഞുങ്ങളോട് ഇരിക്കണം. മനസ്സ് തകർന്നവർ, കൺകലങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ഭാരപ്പെടുന്നവർ, വേദനിക്കുന്നവർ, പട്ടിണി കിടക്കുന്നവർ, ഉപദ്രവപ്പെടുന്നവർ, രോഗികളായിരിക്കുന്നവർ, എല്ലാവരും കൈവിടപ്പെട്ടവർ, ആരുടെയും സഹായമില്ലാതെ കർത്താവെ നിസ്സഹായനായി കൈവിരിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങൾ ഒരുത്തരെയും എൻ്റെ ദൈവം തമ്പുരാൻ കൈവിടരുതേ. എല്ലാവരും നീ കാക്കണമേ, സൂക്ഷിക്കണമേ, വഴി നടത്തണമേ, പരിപാലിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് അപ്പച്ചൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നിന്നെ തൃക്കരുതി കൊണ്ടുവയ്ക്കുന്ന അപ്പച്ച ഓരോരുത്തരെയും അനുഗ്രഹിച്ചാട്ട് ബലപ്പെടുത്തിക്കാട്ട്. അടിയിൽ നീ ശക്തീകരിക്കണത്തോളം ബലൻ കൃപ തന്നല്ലോ. ഈ ഒരു ദിവസം കൂടെ കാണുവാൻ ദൈവം ഭാഗ്യം തന്നല്ലോ. ഇന്നൊരു ദിവസം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം തന്നതിനായി സ്തോത്രം. കാത്തു ബലപ്പെടുത്തണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പൊന്നനാമം മഹത്വമെടുക്കുമാറാകട്ടെ. MAG ഗോസ്പൽ വോയിസ് മൂലமாக പ്രാർത്ഥനയ്ക്കുന്ന എല്ലാ നിന്റെ കുഞ്ഞുങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായിരുന്നു എന്നോടുകൂടെ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ഓരോരുത്തരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു, വാഴ്ത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ ആശ്വാസ വാക്കുകൾ നിങ്ങളെ ബലപ്പെടുത്തട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ചിട്ട് 1160 ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നടത്തി. ഈ ദിവസം കൂടെ കാണുവാൻ ഒരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ദൈവം തന്നു. ഈ ദിവസങ്ങളിൽ ദാനിയേലിന്റെ പുസ്തകം നമുക്കറിയാം, 6-ാം അധ്യായം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി വിടുതലും കൊണ്ടുവരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വലിയൊരു അത്ഭുതം ഇത് മൂലമായി നമ്മുടെ ഭവനത്തിലെ, നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ ശുശ്രൂഷയിലെ, ജോലിയിലെല്ലാം എവിടൊക്കെ നടക്കണം അവിടെല്ലാം ദൈവത്തിന് അത്ഭുതം നടക്കാൻ പോവുകയാണ്. ഈ പ്രാർത്ഥന കഴിയുന്നതോട് നമ്മുടെ ജീവിതത്തിൽ വലിയ ചേഞ്ച് നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ വിഷയത്തിൻ്റെ മുന്നിൽ ഒരുത്തനെയും കൊണ്ട് പരിഹരിക്കുവാൻ കഴിയാത്ത, ഒരു മനുഷ്യനെ കൊണ്ടോ ശക്തി കൊണ്ടോ പണം കൊണ്ടോ ബലം കൊണ്ടോ പഠിത്തം കൊണ്ടോ ഒന്നുകൊണ്ടും അതേ നമുക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങളെല്ലാം ഈ പ്രാർത്ഥന മൂലം, നമ്മുടെ മുട്ടയിൽ നിന്നുള്ള പ്രാർത്ഥന മൂലം ദൈവം പരിഹരിക്കാൻ പോകുകയാണ്. അപ്പം നിശ്ചയം ഈ വിഷയത്തിൽ നമുക്ക് പരിഹാരമുണ്ട്, വിടുതലുണ്ട്. നിങ്ങൾ ഏറ്റെടുക്കുക, വിശ്വസിക്കുക. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് അതിൻ്റെ 8-9 വാക്യമാണ്. 8-9 വാക്യം, 6-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം. ആകയാൽ രാജാവേ, മേത്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതെ വണ്ണം ആ വിരോധ കൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതിക്കണമേ. അങ്ങനെ ദാര്യാവേസ് രാജാവ് രേഖയും വിരോധന കൽപ്പനയും എഴുതിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോ ഇവന്മാർക്ക് 122 പേർക്കും ഭയങ്കര ആഹ്ലാദം, ഭയങ്കര ഡാൻസാണ്, ഭയങ്കര വെടിപൊട്ടിപ്പിക്കുക, ഭയങ്കര ചാട്ടം, നല്ല കുടിച്ച് നല്ല രസിച്ച് കഴിഞ്ഞടാ. ആ ദാനിയേൽ എന്ന് പറയുന്നതിൻ്റെ അഡ്രസ്സ് പോയടാ. അവൻ്റെ കഥ അവസാനിച്ചടാ. ഇനി അവൻ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലടാ. നമ്മളെ അവൻ ഭരിക്കാൻ പറ്റത്തില്ലടാ. നമ്മുടെ കൂടെ അവൻ ഇല്ലടാ. അവൻ്റെ ചാപ്റ്റർ ക്ലോസ്ഡാ എന്നും പറഞ്ഞ് എന്തോ ഒരു നെഹളം ഇവന്മാർ നെഹളിച്ച് കാണുന്നറിയാമോ? സിംഹത്തിൻ്റെ കുഴി റെഡിയായിരിക്കുന്നു, സിംഹങ്ങൾ റെഡിയായിരിക്കുന്നു. രാജാവ് എല്ലാം എഴുതി ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി ഒന്നും ദാനിയേൽ ചെയ്യാൻ പറ്റത്തില്ല. അവൻ മുട്ടേ നിന്നെങ്കിൽ, അവൻ പ്രാർത്ഥിച്ചെങ്കിൽ കഴിഞ്ഞ അവൻ്റെ അവസാന കഥയാണിത് എന്നും പറഞ്ഞ് അവന്മാർ ചാടി കുതിച്ച് തുള്ളിക്കൊണ്ട് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ദാനിയേൽ ഇതൊന്നും കണ്ടുകൊണ്ട് കാര്യമാക്കിയില്ല. ഇതൊന്നും അവനൊരു വിഷയമല്ല.
പ്രാർത്ഥിക്കുന്നവന് ഇതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾ ചിന്തിക്കണം കേട്ടോ, ഒരു രാജാവിൻ്റെ മുദ്ര മോതിരം വെച്ചാണ് അവിടെ ഒപ്പിട്ടിരിക്കുന്നത്. അതാരെയും കൊണ്ട് മാറ്റം. അതവിടെ വായിക്കുന്നത് കണ്ടോ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ആകയാൽ രാജാവേ, മേത്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം, മാറ്റം വരാത്ത ആ വിരോധ കൽപ്പന, അത് നീക്കമില്ല, അതിന് മാറ്റമില്ല. അത് നീക്കമോ മാറ്റമോ വന്നാൽ രാജാവിൻ്റെ ആ ഭരണം പോകും. രാജാവ് ഒരു സാധാരണ മനുഷ്യനാകെ മാറും. പിന്നെ രാജാവിൻ്റെ സ്ഥാനമോ മാനമോ ഒന്നുമില്ല. അവനെ ആരും മര്യാദയില്ല, അവന് മതിപ്പില്ല, ഒന്നുമില്ല. സകലവും നഷ്ടപ്പെട്ട് ഒരു നോർമൽ മാനായ ഒരു സാധാരണ ആളാകെ രാജാവ് മാറും. അതുകൊണ്ട് രാജാവ് ഇതിനെല്ലാം അനുസരിച്ച് പോയി ഒക്കത്തുള്ളില്ലെങ്കിൽ തൻ്റെ കൈവിട്ട് ഭരണകൂടം പോകും. ഇവിടെ പറയുന്ന കണ്ടോ, ശ്രദ്ധിക്കണേ. ആകയാൽ രാജാവേ, ആമീൻ ആമീൻ, മേത്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതെ വണ്ണം ആ വിരോധ കൽപ്പന ഉറപ്പിച്ചു രേഖ എഴുതിക്കണമേ. അങ്ങനെ ദാരിയാവേസ് രാജാവ് രേഖയും വിരോധ കൽപ്പനയും എഴുതിച്ചു. രേഖയും ശരി, വിരോധ കൽപ്പന, ദാനിയേലിക്കുള്ള വിരോധ കൽപ്പനകളെയും എഴുതിച്ചു. കഴിഞ്ഞു. കർത്താവിന് സ്തോത്രം. എങ്കിലും ദാനിയേൽ പേടിച്ചില്ല, ദാനിയേൽ ഭയപ്പെട്ടില്ല. കാരണം മുട്ടേ നിൽക്കുന്ന വ്യക്തി, സഹോദര, നീ മുട്ടേ നിൽക്കുന്ന ആളാണോ? ഭയപ്പെടണ്ട. പാസ്റ്റർ, ഉപദേശി, പ്രവാചക, നിങ്ങൾ ഇത് മുട്ടേ നിൽക്കുന്ന പാർട്ടിയാണോ? നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ലോകം മുഴുവനും നിങ്ങൾക്കെതിരായി വരികയാണോ? നോ പ്രോബ്ലം. നാട്ടുകാരും വീട്ടുകാരെല്ലാം തടിയെടുത്തോണ്ട് വരുവാണോ? നോ പ്രോബ്ലം. നിന്നെ ചുറ്റി തോക്ക് പിടിച്ചോണ്ട് നിൽക്കുകയാണോ? നോ പ്രോബ്ലം. നിന്റെ കഴുത്തിലെ ഇടാനുള്ള തൂക്കുകയർ റെഡിയാന്നോ? നോ പ്രോബ്ലം. നിനക്ക് വേണ്ടി സിംഹത്തിന്റെ കുഴി റെഡിയായോ? നോ പ്രോബ്ലം. നിന്റെ കയ്യും കാലും കെട്ടാൻ വേണ്ടി ആൾക്കൾ വരുന്നുണ്ടോ? നോ പ്രോബ്ലം. നിന്നെ എടുത്തോണ്ട് കുഴിയിലോട്ട് ഇടാൻ വേണ്ടി ആൾക്കൾ വരുന്നുണ്ടോ? പേടിക്കണ്ട. മുട്ടേ നിൽക്കുന്നവൻ പേടിക്കത്തില്ല. മുട്ടേ നിൽക്കുന്നവൻ പേടിക്കത്തില്ല. രാജാവല്ല, അതിൻ്റെ മേലെ ആരാണാലും, ഏത് കൽപ്പന വന്നാലും, ഏത് കാര്യത്തിൽ ഒപ്പിട്ടാലും, ഏത് എഴുതിയാലും, ഏത് കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ അവിടെ നിവൃത്തിയായാലും ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, ഞാൻ ആരാധിക്കുന്നവൻ വിശ്വസ്തനാണ്. എന്നെ വിളിച്ചവൻ എന്നെ കാത്തു സൂക്ഷിക്കാൻ മതിയായവനാണ്. എൻ്റെ ദൈവം എനിക്ക് കൂട്ടിനുണ്ട്. എൻ്റെ ദൈവം എന്നെ തനിച്ചിരിക്കാൻ വിടത്തില്ല. ദൈവം എന്നെ ഒരു നാൾ എന്നെ ഉപേക്ഷിക്കത്തില്ല, എന്നെ കൈവിടത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രത്യാശയാണ് ഇതെല്ലാം. പ്രാർത്ഥിക്കുന്നവന്റെ പ്രത്യാശ ഗീതങ്ങളാണ് ഇതെല്ലാം. എന്നെ അവൻ മറക്കുകയില്ല, എന്നെ അവൻ ഉപേക്ഷിക്കയില്ല, എന്നെ അവൻ കൈവിടുകയില്ല. ഞാൻ താളടിയായി പോകത്തില്ല, ഞാൻ സിംഹത്തിന് ഇരയായി പോകത്തില്ല, എനിക്ക് ജീവൻ ഒരു ഹാനി വരത്തില്ല, ഞാൻ നശിക്കത്തില്ല. ഞാൻ ഈ രാജാവിൻ്റെ കൂടെ ഇരുന്ന് ദേശത്തെ ഞാൻ ഭരിക്കും. എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യും. എൻ്റെ കർത്താവ് എനിക്ക് അതിനുള്ള കൃപ തന്നിട്ടുണ്ട്. ഞാനത് നിശ്ചയമായി ചെയ്യും. പ്രാർത്ഥിക്കുന്നവന്റെ ധൈര്യമാണിത്, പ്രാർത്ഥിക്കുന്നവന്റെ വിശ്വാസ വാക്കാണിത്. അവൻ പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മാത്രം പറയട്ടെ, ദൈവ സന്നിധാനത്തിൽ മുട്ട നിൽക്കുന്നവൻ വേറെ ഒരുത്തന്റെ മുന്നേ പോയി മുട്ട നിൽക്കേണ്ട ആവശ്യമില്ല. അവൻ ഒരുത്തന്റെ മുന്നേ പോയി കൈ നീട്ടേണ്ട ആവശ്യമില്ല. ഒരുത്തനോട് എന്നെ രക്ഷിക്കണമേ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. രക്ഷകൻ അവന്റെ കൂടുണ്ട്, വിടുവിക്കുന്നവന്റെ കൂടുണ്ട്, വിടുതലിന്റെ നായകൻ അവന്റെ കൂടുണ്ട്. അവൻ ഏൻ പേടിക്കണം? അവൻ മുട്ട എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനാണെങ്കിൽ, ഒരു ദൈവ പൈതലാണെങ്കിൽ അവൻ പേടിക്കേണ്ട ആവശ്യമില്ല. നിന്റെ ഭവനം തകർന്നോ, നിന്റെ സുവിശേഷ വേല തകർന്നോ, ജോലി തകർന്നോ, കമ്പനി പൊളിഞ്ഞോ, കൂട്ടുകാരും നാട്ടുകാരും സ്വന്തങ്ങളും ബന്ധങ്ങളും കൈവിട്ടോ, എല്ലാവരും നിന്നെ കാർക്കിച്ച് തുപ്പിയോ, എല്ലാവരും നിന്നെ കല്ലെറിയാന്നോ, എന്നെ വലിച്ചെറിച്ചുകൊണ്ട് കളഞ്ഞോ, നിന്നെ കൊണ്ട് പൊട്ടക്കണൽ എറിഞ്ഞ് കളഞ്ഞോ, ജയിലിലിട്ടോ, വെള്ളത്തിലിട്ടോ, തീക്കാത്തിട്ടോ, ഒന്നും പേടിക്കണ്ട. കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. കർത്താവ് നിന്നെ തനിച്ചിരിക്കാൻ വിടത്തില്ല. നിന്റെ സഹായകനായി, നിന്റെ രക്ഷകനായി, നിന്റെ മൽപ്രിയനായി നിന്റെ യേശു കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഡോക്ടർമാരുടെ എല്ലാ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു, റിപ്പോർട്ട് വന്നിരിക്കുന്നു. വേണ്ട, ഇതൊരുത്തരെയും കൊണ്ട് കഴിയത്തില്ല, ആരെയും കൊണ്ട് സാധിക്കത്തില്ല. ഒരു മനുഷ്യനെയും കൊണ്ടും ഇത് നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് പ്രാപ്തിയില്ല. നമ്മുടെ കൈവിട്ടെല്ലാം പോയി. ഇനി നമുക്ക് പ്രത്യാശയില്ല. നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു. ഇനി ആശിച്ചൊരു പ്രയോജനമില്ല. ഇനി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം ഈ മുട്ട എന്നുള്ള പ്രാർത്ഥന മൂലമായി നിങ്ങളുടെ മടിയിലേക്ക് വരാൻ പോകുകയാണ്, നിങ്ങളുടെ കയ്യിലേക്ക് വന്ന് ചേരാൻ പോകുകയാണ്. നിങ്ങളെ ദൈവം തമ്മിൽ അത്ഭുതകരമായി മാറ്റാൻ പോകുകയാണ്. അത്ഭുതത്തിന്റെ കരം, അതിശയത്തിന്റെ കരം, മഹത്വത്തിന്റെ കരം, ജീവനുള്ള കരം നിങ്ങളെ രക്ഷിക്കാൻ പോവുക, നിങ്ങളെ ബലപ്പെടുത്താൻ പോവുക. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒന്നുകൊണ്ട് പരിഭ്രമിക്കണ്ട. കർത്താവ് കൂടുണ്ട്, കർത്താവ് കൂട്ടിനുണ്ട്. ആ ദൈവം ഒരു കാലത്തും നിങ്ങളെ കൈവിടുകയോ നിങ്ങളെ ഉപേക്ഷിക്കുകയോ ചെയ്യത്തില്ല. ഇനി എന്തോ വേണം? അങ്ങനെയെങ്കിൽ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കുക, മുട്ടയിൽ നിന്ന് വേദപുസ്തകം വായിക്കുക, മുട്ടയിൽ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളുടെ ആലയത്തിലോട്ട് പോകുമ്പോൾ എല്ലാ ചർച്ചിലും ഇപ്പോൾ കസാരകളാണ്, ഒരു പ്രയോജനവുമില്ല. അവിടെ പോയി
ബലമുണ്ടോ ഇല്ലയോ, ഇരിക്കുന്ന ബലത്തോട് മുട്ട നിൽക്കുക, കൈയടിക്കുക, പ്രാർത്ഥിക്കുക, ആത്മാവിൽ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. അല്പസമയം കൊണ്ട് മുട്ട നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ, കൈയടിക്കുമ്പോൾ, ആത്മാവിൽ നിറയുമ്പോൾ നിന്റെ സകല ബന്ധനങ്ങളും മുറിയാണ്, സകല ഡോറുകളും ഓപ്പൺ ആകുകയാണ്, എല്ലാ തടസ്സങ്ങളും മാറുകയാണ്, എല്ലാ പൈശാചിക ബന്ധനങ്ങളും അലറുകയാണ്. നീ അങ്ങോട്ട് മുട്ട് മടക്കുമ്പോഴത്തേനും അവൻ്റെ കഥ കഴിഞ്ഞു, അവൻ്റെ ചാപ്റ്റർ ക്ലോസ്, അവൻ്റെ അവസാനമാണത്. മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുക. ദൈവ പൈതലേ, നിന്റെ അരികത്തോട് ഒരുത്തനും അടുത്തു വരാൻ പറ്റത്തില്ല. ദൈവം നിന്റെ കൂടെ ഉണ്ട്. ഒരു തീയാകെ ദൈവം നിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് വിഷമിക്കണ്ട, പേടിക്കണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ, ഈ നല്ല സന്ദർഭത്തിനായി സ്തോത്രം. ഈ സമയത്ത് ഈ ആലോചന കൊടുത്ത് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നല്ലോ, ബലം തന്നല്ലോ, സുഖം തന്നല്ലോ, ആരോഗ്യം തന്നല്ലോ. എന്നാൽ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വമേറിയ കരം, നിന്റെ വലിയ കരം, ശക്തിയുള്ള കരം, അത്ഭുതങ്ങളെ ചെയ്യുന്ന കരം, അതിശയങ്ങളെ ചെയ്യുന്ന കരം, വിടുതലിന്റെ കരം, ഓ റബ ലഹദന, വിടുതലിന്റെ കരം, അത്ഭുതത്തിന്റെ കരം ഇപ്പോൾ തന്നെ നിന്റെ കുഞ്ഞുങ്ങളുടെ മേലെ വെളിപ്പെടട്ടെ വെച്ചാ, നിന്റെ ദിവ്യ ശക്തി ഇറങ്ങട്ടെ വെച്ചാ. എല്ലാവരുടെയും ബന്ധനങ്ങൾ അഴിയട്ടെ, എല്ലാവരുടെയും പാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ മറയട്ടെ. അന്ധകാരത്തിന്റെ ശക്തികൾ, ഭയത്തിന്റെ ആവികൾ, എല്ലാ പൈശാചികന്റെ പോരുകൾ, എല്ലാ പൈശാചികന്റെ ബന്ധനങ്ങൾ, അവൻ കൊണ്ടുവരുന്ന സകല ഭയങ്ങൾ, സകല പേടികൾ, വിറയൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത് മറയണം. ഞങ്ങൾ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ മുട്ടുമടക്കുമ്പോൾ, ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഞങ്ങളുടെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ, നിന്റെ കണ്ണുകളിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുമ്പോൾ ഞങ്ങൾക്ക് വിടുതൽ നിശ്ചയമായിട്ട് ഉണ്ടാപ്പിച്ചാൽ. ഈ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വിഷയത്തിൻ്റെ മുഖത്തും ക്ഷീണിക്കുവാനോ തളരുവാനോ നഷ്ടപ്പെടുവാനോ ദൈവം തമ്പുരാൻ സമ്മതിക്കത്തില്ല. നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളെ നശിപ്പിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരാജയത്തെ കൊണ്ടുവരുവാൻ, നിങ്ങളുടെ ജീവനെ മായ്ക്കുവാൻ, മരണത്തിലേക്ക് നിങ്ങളെ തള്ളിക്കളയുവാൻ, മരണത്തിൻ്റെ വായിലേക്ക് നിങ്ങളെ വലിച്ചെറിയുവാൻ, സിംഹത്തിൻ്റെ കുഴിയിലേക്ക് നിങ്ങളെ തൂക്കിയെറിയുവാൻ ശത്രു ഭയങ്കരമായി നമുക്ക് വിരോധമായി എഴുന്നേറ്റിരുന്നാലും, ലോകം മുഴുവനും നമുക്ക് ശത്രുവായി മാറിയാലും, എല്ലാവരും നമുക്ക് എതിരായി മാറി നമ്മളെ തനിച്ച് ഒറ്റയ്ക്ക് ഒതുക്കി വെച്ചാലും നമ്മുടെ ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. ഉലകത്തിൽ ഇരിക്കുന്നതിനെക്കാട്ടും വലിയവൻ, ഈ ലോകത്തിരിക്കുന്നതിനോട് വലിയവൻ, ആമേൻ, ദൈവത്തിന്റെ മക്കളോട് കൂടെ ഉണ്ടെന്നുള്ളത് ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, തളർന്നു പോകണ്ട. ദൈവം ഒരു കാലത്തും നിങ്ങളെ മറക്കുകയില്ല, ഒരു കാലത്തും ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഒരു കാലത്തും ദൈവം നിങ്ങളെ കൈവിടുകയില്ല. ദൈവത്തിന്റെ വലിയ വീര്യ പ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ശരീരത്തില്, ഭവനത്തില്, ജോലി സ്ഥലത്ത്, കുഞ്ഞുങ്ങളുടെ ജീവിതത്തില്, വിദ്യാഭ്യാസത്തില്, ശുശ്രൂഷയില്, നിങ്ങൾ ഏതെല്ലാം തൊഴിലുകൾ ചെയ്യുന്നു, എവിടെല്ലാം എന്തൊക്കെ ചെയ്യുന്നോ അവിടെല്ലാം ദൈവത്തിന്റെ ദിവ്യ ശക്തി വെളിപ്പെടാൻ പോവുക, ദൈവത്തിന്റെ വലിയ കരം വെളിപ്പെടാൻ പോവുക, ദൈവത്തിന്റെ വലിയ മഹത്വമുള്ള അത് വീര്യ പ്രവൃത്തികൾ ദൈവം വെളിപ്പെടുത്തി നിങ്ങളുടെ തല കുനിയേണ്ട അടുത്തെല്ലാം നിങ്ങളുടെ തലയെ കർത്താവ് ഉയർത്തുവാൻ, നിങ്ങളെ നാണിച്ചു പോയടുത്തെല്ലാം ദൈവം നിങ്ങളെ മാനിക്കുവാൻ ദൈവം ഇറങ്ങി വരുന്നുണ്ട്. ഒരു മനുഷ്യന്റെ മുന്നിലും പോയി നിങ്ങളിനി കൈനീട്ടേണ്ട ആവശ്യമില്ല, ഒരുത്തന്റെ മുന്നേ പോയി മുട്ടുമടക്കേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുന്നു. ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ പ്ലാനിട്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ വിടുവിക്കാൻ വേണ്ടി ആമേൻ പ്ലാനിട്ടിയുടെ അടയാളമാണ് ഇപ്പൊ നിങ്ങൾ വായിച്ചു കേട്ട വാക്യം. രാജാവ് എല്ലാം എഴുതി കഴിഞ്ഞു, ഒപ്പിട്ട് കഴിഞ്ഞു. അതിന്റെ അർത്ഥം എന്തുവാ? ആ ഒപ്പും ആ എഴുതിയതൊന്നും നിങ്ങൾക്ക് നഷ്ടമായി വരത്തില്ല, നിങ്ങളുടെ എതിരികൾക്കാണ് നഷ്ടം. നാളെ മറുനാൾ നമ്മൾ ധ്യാനിക്കാൻ പോകുകയാണ്, ചിന്തിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന നിർത്തണ്ട, നിങ്ങളുടെ ആരാധന നിർത്തണ്ട, ദൈവത്തോടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ബൈബിൾ വായിക്കുക, സ്തുതിക്കുക, പ്രാർത്ഥിക്കുക, ആത്മാവിൽ നിറയുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആടി പാടി ദൈവത്തെ സ്തുതിക്കുക, എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തെ സ്തുതിക്കുക. ഒരു വിധത്തിലും നിങ്ങൾ നശിക്കുകയോ തളർന്നു പോകാനോ ദൈവം സമ്മതിക്കത്തില്ല. നിശ്ചയമായിട്ട് ഞാൻ പ്രവചിച്ച് പറയാണ്, നിങ്ങൾ നാണിക്കത്തില്ല, നിങ്ങൾക്കൊരു നഷ്ടവും വരത്തില്ല. നിങ്ങളുടെ ആവശ്യങ്ങളുടെ എല്ലാം മുഖത്ത്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മുഖത്ത് സ്വർഗത്തിന്റെ കലവറ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും, ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം സ്നേഹിക്കും. മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പോലും, ഒരു കുഞ്ഞുങ്ങൾ പോലും തകരുവാൻ, നശിക്കുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല എന്നുള്ളത് 100% അത് സത്യമാണ്. ദാനിയേൽ അതാണ് നമുക്ക് പഠിപ്പിക്കുന്നത്, അതാണ് നമുക്ക് ഇവിടുത്തെ കാണിക്കുന്നത്. ദാനിയേലെ പോലെ നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ വരുമ്പോഴത്, പോരാട്ടങ്ങൾ വരുമ്പോഴത്, പ്രാർത്ഥനയ്ക്കും ശുശ്രൂഷയ്ക്കും എല്ലാം തടസ്സങ്ങൾ വരുമ്പോൾ അവിടെ നമ്മളത് കണ്ട് പേടിക്കാതെ നമ്മൾ മുട്ടേ നിൽക്കുക, സ്തോത്രം പറയുക, പ്രാർത്ഥിക്കുക, കരങ്ങളെ ഉയർത്തുക, കണ്ണുകളെ ഉയർത്തുക. നമുക്ക് വിടുതൽ നിശ്ചയം കർത്താവ് തരും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്. കർത്താവേ, നീ പ്രാർത്ഥനയുടേതായി സ്തോത്രം. ഇന്ന് കൊടുത്ത ആലോചന ഈ പ്രാർത്ഥന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം, ഒരു വലിയ അത്ഭുതത്തെ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, കരങ്ങളെ ഏൽപ്പിക്കുന്നു. സകല മഹത്വവും തിരുമേനിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമീൻ, ആമീൻ, ആമീൻ. നിശ്ചയമായി കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ദൈവം നിങ്ങളെ മാനിക്കും, ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.